ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റാലിൻ ജോസഫ് വൈജയുടെ മുമ്പിലേക്ക് എത്തുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ഇത്രയും കാലം സ്റ്റാലിൻ ജോസഫിനെ വൈജ കാണുന്നില്ല. 24 വർഷങ്ങൾക്ക് ശേഷം സ്റ്റാലിൻ ജോസഫിനെ വീണ്ടും കാണാൻ ആ ഒരു എൻട്രി ഒരു അടിപൊളി തന്നെയായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ചങ്കു പൊട്ടുന്ന വേദനയിലാണ് അലീന വൈജയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. മനുവിന് വലിയ സങ്കടമാണ്. അലീന തന്നിൽ നിന്ന് ഒരുപാട് അകലേക്ക് പോവുകയാണ്. തനിക്ക് അലീനയെ നഷ്ടപ്പെടുമോ എന്ന ചങ്കുപൊട്ടുന്ന വേദന മനുവിനുണ്ട്. അങ്ങനെ കടപ്പാടിൽ നിന്ന് നെടുമ്പുരക്കിലേക്ക് തിരിച്ചു വരികയാണ് വൈജയന്തി. അവളെ ശല്യം ഇനി ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഇവിടെ സുഖം. അങ്ങനെ വീട്ടിലേക്ക് വന്ന വൈജയോട് മക്കൾ വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ല. എല്ലാവരും അലീന എന്ന വലയത്തിനുള്ളിലാണെന്ന് വൈജയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾ പഠിപ്പിച്ച പോലെയാണ് അവരെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ആ നശൂലം ഒഴിഞ്ഞു പോയല്ലോ എന്നാട്ടോ വൈജ. അങ്ങനെ ഇടയ്ക്കെല്ലാം ബാലചന്ദ്രൻ അലീനയെ കാണാനായിട്ട് പോകുന്ന സമയത്തെല്ലാം വൈജ മക്കളുടെ മനസ്സിൽ വിഷം കുത്തിക്കയറ്റാണ്. നിങ്ങളച്ഛന് വേലക്കാരി പുറകെ പോയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളാരും കൂട്ടിക്കൊണ്ടു പോവാത്തത്? അതിൽ തന്നെ ഒരു കള്ളത്തരമില്ലേ? നിങ്ങളുടെ അച്ഛന് വേലക്കാരി മതി. അമ്മ ഇവിടെ വിധവയെ പോലെ ഇട്ടിട്ട് വേലക്കാരിയായ ചുറുചുറുക്കുള്ള പെണ്ണിനെ കാണാൻ വേണ്ടി പോവാണ്. എന്നാൽ കൃഷ്ണമോള് മാത്രം എതിർത്ത് പറയുന്നുണ്ട്. അമ്മക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാന്? അച്ഛന് അലീന ചേച്ചി സ്വന്തം മകളെ പോലെയാണ്. ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെപ്പിറപ്പാണ്, ഞങ്ങളുടെ ചേച്ചിയാണ്. അത് സ്വന്തം മോളെന്ന് പറഞ്ഞിട്ട് സ്വന്തം മോളല്ലല്ലോ. എന്തായാലും ഞാൻ അങ്ങനെ ഒരുത്തിയെ പ്രസവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങളുടെ കൂടെപ്പിറപ്പാവുന്നത്? അങ്ങനെ ഈ ചോദ്യം എന്തുകൊണ്ടാ അച്ഛന് ഞങ്ങളോട് ഇതൊന്നും തുറന്ന് പറയാത്തത്? അലീന ചേച്ചി എവിടെയാണെന്ന് എന്തുകൊണ്ടാണ് പറയാത്തതെന്നൊരു ചോദ്യം രോഹിത്തിൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ രോഹിത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും താൻ മോശക്കാരനാവരുത്, തന്നെ അവൻ തെറ്റിദ്ധരിക്കരുതെന്ന് കരുതി ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. അതോടുകൂടെ കുറ്റബോധം കാരണം അലീനയെ കാണാനായി പോവാനായിട്ട് നിർബന്ധം പിടിക്കാട്ടോ രോഹിത്തിനെയും കൂട്ടി അലീന താമസിക്കുന്നിടത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ വീണ്ടും കാര്യങ്ങളൊക്കെ പഴയ രീതിയിലായി വരികയാണ്. എന്നാൽ വൈജിയും ബാലചന്ദ്രനും ഇപ്പോൾ മിണ്ടാട്ടമില്ല. അവർ പരസ്പരം കാണുകയും പോലും അപൂർവമായിട്ടാണ്. വൈജ ബാങ്കിലേക്കും ബാലചന്ദ്രൻ അവർ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെ ഒരു മൂകതയാണ്. വീട് അടച്ചു പൂട്ടിയാണ് എല്ലാവരുടെയും പോക്ക്. അങ്ങനെ ഒരു ദിവസം ബാലചന്ദ്രന് വല്ലാതെ ക്ഷീണം തോന്നാണ്. വൈജയ തന്നെ ചതിച്ചു തോർത്ത് അയാളുടെ നെഞ്ച് വിങ്ങുന്നുണ്ടായിരുന്നു. 24 വർഷം അവൾ എൻ്റെ കൂടെ നടന്നു, എന്നിട്ട് ഒരിക്കലും തന്നെ സ്നേഹിച്ചിട്ടില്ല. അവൾക്കൊരിക്കലും തന്നെ സ്നേഹിക്കാനാവില്ല. അവൾ ആഗ്രയിൽ എന്നെ വഞ്ചിച്ച് സ്റ്റാലിൻ്റെ കൂടെ നടക്കുമായിരുന്നു. താനൊന്നും അറിയാത്ത പമ്പര വിഡ്ഢി. അതിൻ്റെ ഒരു കുറ്റബോധം പോലും തൻ്റെ ഭാര്യയ്ക്കില്ലല്ലോ എന്നെല്ലാം ഓർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അന്ന് രാത്രി വല്ലാതെ നെഞ്ചുവേദന കൊണ്ട് പിടയാണ്. മക്കളെല്ലാം വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും തൻ്റെ അടുത്ത് പോലും ഫോൺ പോലും ഇല്ല. എന്നാൽ കോളിംഗ് ബെല്ല് അമർത്താൻ നോക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ കഴിയുന്നില്ല. ബാലചന്ദ്രൻ കട്ടിൽ നിന്ന് താഴേക്ക് കീഴെ വീഴാണ്. അങ്ങനെ രാവിലെ ആയപ്പോൾ അച്ഛനുള്ള കോഫിയായിട്ട് കൃഷ്ണമോൾ വരുന്നുണ്ട്. അന്നേരത്താണ് കൃഷ്ണമോൾ ആ കാഴ്ച കാണുന്നത്. അച്ഛൻ തറയിൽ ബോധമില്ലാതെ കിടക്കുന്ന കാഴ്ച. അപ്പോഴേക്കും അവൾ നിലവിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അലീന ചേച്ചിയെ വിവരം അറിയിക്കാനും അവർ മറന്നില്ല. ഹോസ്പിറ്റൽ ഐസിയുവിൽ പ്രവേശിപ്പിച്ച ബാലചന്ദ്രൻ്റെ അവസ്ഥ കുറച്ച് മോശമാണെന്നും ഇനി ആരും ഒന്നും പ്രതീക്ഷിക്കേണ്ട, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ. ബാലചന്ദ്രന് ഇനിയൊരു ആയുസ്സുണ്ടാകുമോ അറിയില്ല. വേണ്ടി വന്നാൽ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. അതിലും ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല. എനിക്കെൻ്റെ മോളെ കാണണം എന്ന് മാത്രമാണ് അന്നേരത്ത് ബാലചന്ദ്രൻ്റെ ആവശ്യം. അയാൾക്ക് ആ വേലക്കാരി കാണണം പോലും. ഭാര്യയും സ്വന്തം മക്കളും ഇവിടെ ഉള്ളപ്പോൾ എന്തിനാ ആ വേലക്കാരെ കാണുന്നത്? വൈജയ്ക്ക് അപ്പോഴും ദേഷ്യമാണ്. എൻ്റെ ആൻറ്റി ഈ ഒരു അവസ്ഥയിൽ അങ്കിൾ കിടക്കുമ്പോഴെങ്കിലും ഒന്നാവ് അകത്തേക്ക് ഇടാമോ, ഇങ്ങനെയൊക്കെ പറയണോ എന്ന് മനു ചോദിക്കുന്നുണ്ട്. എടാ അതിന് നിനക്കെന്താടാ? നീയും അവളുടെ പക്ഷത്താണല്ലോ. ഭാര്യയും മക്കളെയും കാണുന്നതിന് പകരം അയാൾക്കിത് കണ്ടില്ലേ, അയാളുടെ കാമുകിയാണ് കാണേണ്ടത്, മകളാണെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നു. നാണമില്ലാത്ത മനുഷ്യൻ. ഇതിലും ഭേദം അങ്ങ് പോകുന്നതാ. അച്ഛാ അമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. ആ ഒരു ശബ്ദം ആ ഒരു ഇത് കേട്ടതും അമ്മ എന്താ ഈ പറയുന്നത്? അലീന ചേച്ചിയെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത് പോരാ, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അമ്മ ഞങ്ങൾ പറഞ്ഞേക്കാം, ഞങ്ങളുടെ കൂടെ അമ്മ പിന്നെ ഉണ്ടാവില്ല, ഞങ്ങൾ അമ്മയുടെ കൂടെ നിൽക്കത്തില്ല എന്ന് രോഹിത്തും ബബിതയും പറയുന്നുണ്ട്. ഓഹോ,
ഇപ്പോൾ ഞാനാണോ കുറ്റക്കാരി? നിങ്ങളുടെ അച്ഛൻ ചെയ്തു വെച്ചതൊക്കെ നല്ലതാണല്ലോ. അച്ഛൻ ഈ ഒരു അവസ്ഥയ്ക്ക് കിടക്കുമ്പോഴെങ്കിലും അമ്മയ്ക്ക് എന്താ മാന്യമായിട്ട് സംസാരിച്ചാലേ? അങ്ങനെ 3 മക്കളും തനിക്കെതിരെയാണെന്ന് വൈജയന്തി മനസ്സിലാവാട്ടോ. അങ്ങനെ വിവരമറിഞ്ഞ അലീനക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് കേട്ടോ. അലീന കരച്ചിലോടെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അച്ഛന് വയ്യെന്ന്. ഏതച്ഛന് വയ്യെന്ന്? ബാലചന്ദ്രൻ അച്ഛന്. ഓ, അത് നിൻ്റെ അച്ഛനാണോ? അപ്പോൾ ഞാനോ? പപ്പ ഈ സമയത്ത് ഇങ്ങനെ കളിക്കല്ലേ. അദ്ദേഹം എനിക്ക് ഞാൻ മകളെ പോലെ തന്നെയാണ്. എന്നെ ആദ്യം ആ അച്ഛന്ന് വിളിച്ച ഒരാളാണ് ആ വ്യക്തി. ആ ഒരു അച്ഛൻ്റെ സ്നേഹവും കടപ്പ് എല്ലാം എനിക്ക് അദ്ദേഹത്തിനോടുണ്ട്. അദ്ദേഹം വയ്യ, അത്യാഹിത നിലയിൽ ഹോസ്പിറ്റലാണെന്നറിഞ്ഞു. അതിന് ബാലചന്ദ്രൻ്റെ ഭാര്യയും മക്കളും അവിടെ ഉണ്ടല്ലോ. നീ എന്തിനാ ഇവിടെ നിന്ന് ഇത്രയും റിസ്ക് എടുത്ത് ഓടിപ്പോന്ന്? അച്ഛൻ അങ്ങനെയൊക്കെ പറയാം. അച്ഛൻ വരുന്നുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ ഞാൻ തനിയെ ബസ് പിടിച്ച് പോയിക്കോളാം. എന്തായാലും നിൽക്ക്, ഞാൻ അതാ ഒരു 5 മിനിറ്റ്. അങ്ങനെ സ്റ്റാലിൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അലീനയും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വല്ല ടെൻഷനാണ് നിൽക്കാട്ടോ. പ്രാർത്ഥനയോടെ നിൽക്കാണ്. ഒന്നും അച്ഛന് സംഭവിക്കരുതേ. ആ വലിയ മനുഷ്യൻ തൻ്റെ അച്ഛനാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ ഒരിക്കലും സഹിക്കാനാവില്ല എന്ന് അവൾക്ക് അറിയാട്ടോ. അങ്ങനെ അവർ ടെൻഷനോട് കൂടെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. എന്നാൽ ബാലചന്ദ്രൻ ഓപ്പറേഷന് സമ്മതിക്കുന്നില്ല. തൻ്റെ മകൾ അലീനെ കാണാതെ ഞാൻ ഓപ്പറേഷത്തിന് സമ്മതിക്കില്ല. ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ. വലിയ ചാൻസ് ഉണ്ടോ ഡോക്ടറെ? 100-ൽ 90% പോലും ചാൻസ് ഇല്ല. ആകെ 10% ചാൻസ് ഉള്ളൂ. എന്നെ എന്തിനാ വെറുതെ കീറി മുറിക്കുന്നത്? എനിക്കൊരു ഓപ്പറേഷൻ വേണ്ട. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ കിടക്കയിൽ നിന്ന് എണീക്കും. എനിക്കൊരു ദൗത്യം കൂടെ ചെയ്യാനുണ്ട് ഡോക്ടറെ. അത് കഴിഞ്ഞിട്ടേ ബാലചന്ദ്രൻ മകളിലോട്ട് പോവുള്ളൂ. ബാലചന്ദ്രൻ ഇങ്ങനെ സംസാരിക്കല്ലേ, ഇപ്പോൾ റെസ്റ്റാണ് വേണ്ടത്. സംസാരിക്കാതെ കിടക്കൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ വളരെ ക്ഷീണിതനായിട്ടുണ്ടാവും. ബാലചന്ദ്രൻ്റെ നാവെല്ലാം കുഴഞ്ഞു പോകുന്ന പോലെ തോന്നാണ്. അങ്ങനെ അലീന ഹോസ്പിറ്റലിന് മുമ്പിൽ വന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. സ്റ്റാലിൻ കാറിൽ തന്നെ ഇരിക്കുക. നീ പോയിട്ട് പെട്ടെന്ന് വരില്ലേ? അവിടെ കിടക്കുന്നത് എൻ്റെ അച്ഛനാണെന്ന് കൂടെ പപ്പ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ വിവരം അറിയാതെ ഞാൻ വരില്ല. പപ്പയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ തിരികെ പോവാം എന്ന് പറയണേ. അപ്പോൾ പിന്നെ സ്റ്റാലിൻ ഒന്നും മിണ്ടുന്നില്ല. സ്റ്റാലിൻ മുഖം വീർപ്പിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ പപ്പ ഇറങ്ങിയാലേ അവിടുത്തെ മേഡം കാണും. അത് പിന്നെ വലിയ വിഷാവും. മേഡം അവിടെ ഇല്ലാത്ത സമയം നോക്കി പപ്പയെ ഞാൻ തന്നെ അച്ഛൻ്റെ അരികിലേക്ക് കൊണ്ടുപോവാം. അലീന നീ ഇപ്പം ചെല്ല്, പിന്നീട് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് സ്റ്റാലിൻ. അങ്ങനെ അലീന ഓടിക്കതിച്ച് ഐസിയുടെ മുമ്പിലേക്ക് പോവാം. അവിടെ കൃഷ്ണമോളും ബബിതയും രോഹിത്തും മനുശങ്കറും ശിവനും ഒക്കെ ഉണ്ടാവും കേട്ടോ. അച്ഛൻ ICUവിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സിസ്റ്ററുടെ സമ്മതത്തോടു കൂടെ അലീന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛനെ കണ്ടതും അവൾ ഓടി വന്ന് ഒരു കൈ പിടിച്ചുകൊണ്ട് കരയാ. ഇല്ല മോളെ, എനിക്കൊന്നുമില്ല. ഇവർ ചുമ്മാ പറഞ്ഞുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആയതാ. എനിക്ക് എൻ്റെ മോളെ കാണുന്നത് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അച്ഛ കൂടുതൽ സംസാരിക്കല്ലേ. അച്ഛനൊന്നുമില്ല. ഓപ്പറേഷന് എന്താണ് സമ്മതിക്കാത്തത്? ഞാൻ ഇവരോട് പറഞ്ഞു എൻ്റെ മോള് വന്നിട്ട് എന്നെ ഓപ്പറേഷൻ ചെയ്താൽ മതിയെന്ന്. ഇനിയിപ്പോൾ നീ പറ, എന്നെ ഓപ്പറേഷൻ ചെയ്താൽ ബാക്കിയുണ്ടാവോ ഇല്ലയോ? ഡോക്ടർമാർക്ക് പോലും നിശ്ചയമില്ല. അതിനു മുമ്പേ എനിക്കൊരു കടം കൂടെ തീർക്കാനുണ്ടല്ലോ. എനിക്ക് തന്നെ പറയണം. എന്നിട്ട് ആ മുഖത്തെ ഒരു തോറ്റ ഭാവവും എല്ലാം കണ്ട് ആത്മസംതൃപ്തിയോട് വേണം എനിക്ക് മരിക്കാം. അച്ഛ ഇങ്ങനൊന്നും പറയല്ലേ. എന്തിനാ ഈ മരണത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? എൻ്റെ അച്ഛൻ ഇനിയും ജീവിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ എനിക്ക് ഒരുപാട് വർഷമൊന്നും ജീവിക്കേണ്ട. ആകെ ഒരു അരമണിക്കൂർ ആ വൈജയുടെ മുഖത്ത് നോക്കി നിന്നെ ചേർത്ത് പിടിച്ച് പറയണം എനിക്ക്. ഈ നിൽക്കുന്നവളുണ്ടല്ലോ, ഈ പിഴച്ചവളുണ്ടല്ലോ, നിന്റെ സന്തതിയാണെന്ന്. അതിന് പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. ആ സമയം തന്നെ അലീന പറയാം, അച്ഛ തൽക്കാലം അച്ഛ ഒന്നും മിണ്ടാതിരിക്ക്, നമുക്ക് ബാക്കി ചെയ്യാം. എന്താ ഡോക്ടറെ, ഇനി എന്താണ് വേണ്ടത്? പെട്ടെന്നൊരു സർജറി നടക്കണം. എന്തായാലും സർജറി കഴിഞ്ഞാൽ ബാലചന്ദ്രൻ ഓക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. പ്രാർത്ഥിക്കാം നമുക്ക് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. മോളെ പ്രതീക്ഷ മാത്രമേ ഉള്ളൂന്ന്, ഉറപ്പൊന്നുമില്ല എന്ന് ബാലചന്ദ്രൻ പറയാം. അച്ഛ ഉറപ്പുണ്ട്, അച്ഛൻ ജീവിതത്തിലേക്ക് തിരികെ വരും. അങ്ങനെ ആ സമയം പുറത്ത് വൈജയന്തി ഇങ്ങനെ അവിടെ നിൽക്കടോ. അകത്തേക്ക് ആരാ കയറിപ്പോയത്? അവളായിരിക്കും. ഒന്ന് വീണപ്പോഴേക്കും അവൾ ഓടി വന്നല്ലോ. അവൾ ഇങ്ങോട്ട് വരട്ടെ, അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ സർജറിക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഡോക്ടേഴ്സ് നോക്കുന്നുണ്ട്. അങ്ങനെ ICUവിൽ നിന്ന് കരച്ചിലോടെ പുറത്തേക്ക് വന്ന അലീനയുടെ അടുത്തേക്ക് വന്ന് വൈജയന്തി ചോദിക്കും, ഓഹോ നീ വന്നോ? നീ വരാഞ്ഞിട്ട് നീ വന്നിട്ട് വേണം അങ്ങേർക്ക് മുകളിലോട്ട് പോവാൻ എന്ന് കരുതിയിരിക്കായിരുന്നു. എന്തായാലും നീ വന്നത് നന്നായി എന്ന് പുച്ഛത്തോടെ വൈജയന്തി പറയുമ്പോൾ ദേഷ്യത്തിൽ അലീന അയാളെ നോക്കുക. നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ? സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറയുന്ന വാക്കുകളുണ്ടല്ലോ, അതെങ്ങനെയാ?
നിങ്ങൾക്ക് ആരോടെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? എല്ലാവരോടും നിങ്ങൾക്ക് പുച്ഛം മാത്ര. നിങ്ങൾക്ക് നിങ്ങളോട് മാത്രമേ സ്നേഹമുള്ളൂ. അതേടി, എനിക്ക് എന്നോട് മാത്രമേ സ്നേഹമുള്ളൂ. നീ ഒരു വേലക്കാരിയാണ്. നിന്റെ പിന്നാലെ മണം പിടിച്ച് നടക്കലാണല്ലോ അങ്ങേരെ സ്വഭാവം. പ്ലീസ് മാഡം, അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതെ അത്യാഹ നിലയിൽ കിടക്കുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാത്ത ലെവലിൽ. എന്നിട്ടെന്താ? നിന്നെ കാണാനാണല്ലോ അയാൾ തിടുക്കം വെച്ചത്. ഇതിനൊക്കെ നിങ്ങൾ ഖേദിക്കുന്ന ഒരു ദിവസം വരും. ആ വലിയ മനുഷ്യനെ നിങ്ങൾ വേദനിപ്പിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ചങ്ക് പൊട്ടി കരയേണ്ടി വരും എന്ന് അലീന വിരൽ ചൂണ്ടി പറയുന്നുണ്ട്. എടി, നിനക്ക് ഇത്ര അഹങ്കാരമോ? ഇപ്പോൾ ഏതോ ഒരുത്തൻ്റെ വെപ്പാട്ടിയായിരിക്കും നീ. അതിൻ്റെ അഹങ്കാരമാണ് നീ കാണിക്കുന്നത്. ഇത് കേട്ടതും അലീനയ്ക്ക് സകല നിയന്ത്രണം വിട്ടുപോകട്ടോ. ദേ, മാന്യമര്യാദക്ക് സംസാരിക്കണം. നിങ്ങൾ 22 വർഷങ്ങൾക്ക് മുമ്പേ ഒരുത്തൻ്റെ വെപ്പാട്ടിയായിരുന്നല്ലോ. അത് കഴിഞ്ഞ് എത്ര മാന്യമായിട്ടാ ബാലചന്ദ്രൻ സാറിനെ വിവാഹം കഴിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് നാണമില്ലേ? നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കരുത്. അലീനത് ചോദിച്ചതും ഈ ഒരു വൈജയന്തിക്ക് അങ്ങ് കലി കയറാട്ടോ. വൈജയന്തി കൈ വീശിക്കൊണ്ട് അടിക്കാനായിട്ട് കൈ ഓങ്ങാണ്. അന്നേരത്താണ് സ്റ്റാലിൻ്റെ ഒരു എൻട്രി. സ്റ്റാലിൻ അവിടേക്ക് വരുന്നുണ്ട്. നിർത്ത് എന്നൊരു അട്ടഹാസമായിരുന്നു. ആ സമയം വൈജിയും അലീനയും കൂടെ ഒരുമിച്ച് വാതിക്കലേക്ക് നോക്കുമ്പോൾ കാണുന്നത് 24 വർഷം മുമ്പ് താൻ പ്രണയിച്ച് നടന്ന സ്റ്റാലിൻ ജോസഫിനെയാണ്. എന്നിട്ട് വൈജയുടെ നേരേക്ക് വന്നിട്ട് സ്റ്റാലിൻ പറയും, കൈ താഴ്ത്തടി എന്ന് പറയുമ്പോൾ ഒരു അലർച്ചയായിരുന്നു. വൈജ കൈ താഴ്ത്തുന്നുണ്ട്. നീ ആരെയാടി അടിക്കുന്നത്? ഇവളെയോ? ഇതെൻ്റെ മകളാ. ഇവളെ തൊട്ടാലുണ്ടല്ലോ നിന്റെ അഹങ്കാരം പിടിച്ച സംസാരമൊക്കെ ഞാൻ കേട്ടു. നിനക്ക് എന്ന് മുതലാടി വൈജയെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞത്? ഞാൻ പരിചയമുള്ള വൈജയ്ക്ക് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. ഇത് എൻ്റെ മകളാണ്. അത് നീ ഓർക്കണം. എൻ്റെ മകളെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ വൈജ നീ ഉണ്ടാവില്ല. 24 വർഷം ഇവളെ നീ അനാഥയാക്കി. എന്നിട്ടിപ്പോൾ അവളുടെ മുമ്പിൽ നീ പിഴച്ചവളെന്ന് പറഞ്ഞ് നിനക്ക് നാണമുണ്ടോ? എന്നെയും ഇവളെയും ചേർത്ത് അസംബന്ധം പറയാന് നിന്റെ കെട്ടിയോനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? എന്നിട്ടാ നീ അത്ര പരിശുദ്ധയാണോടി എന്ന് ചോദിച്ച് വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്. ഇവളെ എൻ്റെ മകളാ. ഇവളെ തൊട്ടാലേ നിന്റെ കൈ ഞാൻ മുറിക്കും എന്ന് പറയുന്നുണ്ട്. കണ്ടതും കേട്ടതുമെല്ലാം ഒരു സ്വപ്നമാണോ എന്നൊരർത്ഥത്തിലാണ് വൈജ അവിടെ നിലച്ച് നിൽക്കട്ടോ. അലീന സ്റ്റാലിൻ്റെ മകളോ? അങ്ങനെ സ്റ്റാലിൻ്റെ മകളാണെങ്കിൽ പിന്നെ അവളെങ്ങനെ അനാഥായത്തിലെത്തി? ഇല്ല, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്. സ്റ്റാലിൻ്റെ കയ്യിൽ എങ്ങനെ അലീന വന്നു? അങ്ങനെ 100,000 ചോദ്യങ്ങൾ വൈജയുടെ മനസ്സിലൂടെ കടന്നു പോവാണ്. അങ്ങനെ അലീനയും കൂട്ടി സ്റ്റാലിൻ പുറത്തേക്ക് പോകുന്നുണ്ട്. കാറിൽ ഇരിക്കാട്ടോ. കുറച്ച് കഴിയുമ്പോൾ മനു അവർക്കരികിലേക്ക് വരുന്നുണ്ട്. മനുവിനെ കണ്ടതും സ്റ്റാലിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. തൻ്റെ മകളുടെ ഇഷ്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയ മനുവിനെ ഒഴിവാക്കാനാട്ടോ സ്റ്റാലിൻ ശ്രമിക്കുന്നത്. സർജറി കഴിഞ്ഞു. ഇനി 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം എന്തെങ്കിലും പറയാനാവൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അലീന കടപ്പാട്ടിലേക്ക് പോകുന്നോ അതോ ഏതെങ്കിലും ഹോട്ടൽ റൂം എടുക്കാനോ എന്ന് മനു ചോദിക്കുന്നുണ്ട്. സ്റ്റാലിൻ പറയും, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ചിലപ്പോൾ ഇന്ന് തന്നെ തിരികെ പോവും. പപ്പ, എനിക്കങ്ങനെ അച്ഛൻ്റെ വിവരം അറിയാതെ ഇവിടുന്ന് വരാൻ കഴിയില്ല. എന്തിന്? വൈജയുടെ ആട്ടും തൂപ്പും കേൾക്കാനാണോ നീ ഇവിടെ നിന്നത്? എന്തായാലും നിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് കാർ ഡ്രൈവ് ചെയ്ത് നല്ലൊരു ഹോട്ടൽ റൂമിലേക്ക്, തൊട്ടടുത്തുള്ള ഒരു ഹോട്ടൽ റൂമിലേക്ക് തന്നെ കൊണ്ടുപോകാൻ അലീനയെ റൂം എടുക്കുന്നുണ്ട്. അവിടെ സ്റ്റാലിൻ അവളെ ആക്കിയിട്ട്, നീ എന്തായാലും ഇവിടെ റെസ്റ്റ് എടുക്ക്, ഞാൻ തിരിച്ചു പോവാണ്. നിൻ്റെ ആവശ്യം കഴിഞ്ഞ ശേഷം നീ എന്നെ വിളിച്ചാൽ മതി. ഞാൻ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം. അലീന ശരിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനക്കരികിലേക്ക് ബബിതയും രോഹിത്തും കൃഷ്ണമോളും വരുന്നുണ്ട്. ചേച്ചി, അച്ഛനൊന്നും ഉണ്ടാവില്ല. അച്ഛൻ ജീവിതത്തിലേക്ക് തിരികെ വരും. നോക്കിക്കോ, അച്ഛനൊന്നും സംഭവിക്കില്ല എന്ന് പറയണേ. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോഴും ബാലചന്ദ്രൻ ഓക്കെ ആവാട്ടോ. പക്ഷേ ബാലചന്ദ്രൻ നല്ല കെയറിങ്ങും നല്ല റെസ്റ്റും വേണം. ഇനിയും ഉറപ്പൊന്നുമില്ല. ഏത് നിമിഷവും നിലച്ചു പോകുന്ന ഒരു ഹൃദയമാണെന്ന് ഡോക്ടർ മുൻപേ തന്നെ മനുവിനോടും അലീനയോടും പറയുന്നുണ്ട്. ഈ കാര്യം ഒരിക്കലും ടെൻഷൻ കൊടുക്കരുത്. അയാൾക്ക് വല്ലാതെ ടെൻഷനും മാനസികാവസ്ഥയും ഉണ്ട്. അതുകൊണ്ട് അതിലൊന്നും ഒരിക്കലും വിഷമിപ്പിക്കരുത്. അയാളെ നല്ല കെയർ ചെയ്യണം എന്നൊക്കെ പറയാട്ടോ. തൽക്കാലം അലീന ബാലചന്ദ്രങ്ങളുടെ അടുത്ത് നിൽക്ക് എന്ന് മനു പറയുന്നുണ്ടെങ്കിലും അലീനക്കത് സമ്മതമായിരുന്നു. എന്നാൽ സ്റ്റാലിൻ ജോസഫ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് അലീന ആ കാര്യം ഒന്നും വിട്ട് പറയുന്നില്ല. അങ്ങനെ ബാലചന്ദ്രനെ റൂമിലേക്ക് മാറ്റിയാണ്. അലീനയെ കാണുമ്പോൾ അയാൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നുന്നുണ്ട്. എന്നാൽ വൈജ ഒരക്ഷരം മിണ്ടാതെ അങ്ങിങ്ങ് നിൽക്കാട്ടോ. ഒടുവിൽ എല്ലാവരും റൂമിൽ നിന്ന് പോയെന്ന് കാണുമ്പോൾ ബാലചന്ദ്രൻ്റെ അരികിലേക്ക് വന്ന് വൈജ ചോദിക്കുന്നുണ്ട്, അല്ല അലീന എങ്ങനെ സ്റ്റാലിൻ ജോസഫിൻ്റെ അടുത്തെത്തി? അവളുടെ അച്ഛനെ ആണെന്ന് പറഞ്ഞു. എന്താ ഇതിൻ്റെ പിന്നിലുള്ള കഥ? വൈജയെ
നിനക്കത് കൂട്ടി വായിക്കാനായില്ലെങ്കിൽ എനിക്ക് ഒന്നും നിന്നോട് പറയാനില്ല, സംസാരിക്കാനുമില്ല. തൽക്കാലം എൻ്റെ ആരോഗ്യനില അത്ര ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കണ്ണുകൾ അടക്കുക. അപ്പോഴേക്കും മനു ശിവൻ അങ്ങോട്ട് വരുന്നുണ്ട്. വൈജെ, നിന്റെ നാവൊന്ന് അടക്കി വെക്കും നല്ലതാ. ആ പേഷ്യൻറ്റിന് നീ സ്വസ്ഥയും സമാധാനം കൊടുക്കണം. നീ ഇവിടെ നിൽക്കേണ്ട, വീട്ടിലേക്ക് തിരികെ പോ എന്ന് പറയുന്നുണ്ട്. അലീനയെ ഒന്ന് കടുപ്പിച്ച് നോക്കിയതിന് ശേഷം വൈജയന്തി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. സ്റ്റാലിൻ ജോസഫിനെ അവിടെ വെച്ച് കണ്ടിട്ടും വൈജയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. സ്റ്റാലിൻ ജോസഫിലെ വീട്ടിലെ വേലക്കാരിയാണ് അലീന എന്ന് മാത്രം കരുതിയത്. അയാൾ ഒരു പഞ്ചിന് പറഞ്ഞതായിരിക്കും തൻ്റെ മകള് എന്നൊക്കെ അർത്ഥത്തിൽ എന്നൊക്കെ തന്നെയാട്ടോ വൈജ അപ്പോഴും സംസാരിക്കുന്നത്.